പറയുന്നത് ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ട് സൈറ്റ് എന്ന് പറയുമ്പോൾ അടുത്തുള്ളത് കാണാം, ഷോർട്ട് സൈറ്റ്, ദൂരെയുള്ളത് കാണത്തില്ല. അപ്പം അടുത്തുള്ളത് കാണാം, ദൂരെയുള്ളത് കാണാത്ത കണ്ണിൻ്റെ ഡിഫക്റ്റിനെയാണ് നമ്മൾ ഷോർട്ട് സൈറ്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേ ഡയഗ്രാംസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനിയും പറയാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത്, നമ്മളൊരു ഐ വരയ്ക്കുന്നു. നിങ്ങളിത് വരച്ചാണ് ഐ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ കണ്ണ്. ഓക്കെ, ഈ കണ്ണിൻ്റെ റെറ്റിനയാണ് ഈ ഭാഗമാണ് റെറ്റിന. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇവിടെ ലെൻസ് ഉണ്ട്. ഇതൊരു ഒബ്ജക്റ്റാണ്. ഈ മയോപ്പിക്കയുടെ ഫാർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മയോപ്പിക്കയുടെ ഫാർ പോയിന്റിൻ്റെ ഇമേജാണ് വരയ്ക്കുന്നത്. ഫാർ പോയിന്റ് ഓഫ് എ മയോപ്പിക് ഐ. ഫാർ പോയിന്റ് ഓഫ് എ മയോപ്പിക് ഐ. ഈ മയോപ്പിക്കയുടെ ഫാർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്ന സമയത്ത് നോർമൽ ഒരാളുടെ ഫാർ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിയാണ്. പക്ഷേ മയോപ്പിക് ആയിട്ടുള്ള ആളുടെ ഫാർ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി അല്ല, ചിലപ്പോൾ ഒരു 10 മീറ്റർ വല്ലതും ആയിരിക്കും. മനസ്സിലായോ? അപ്പം നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതുണ്ട് ഇപ്പം ഈ വരച്ചിരിക്കുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ്, ഒരു ഒബ്ജക്റ്റാണ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഇമേജ് ഇവിടെ ഇങ്ങനെ വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് നേരെ കൃത്യം റെറ്റിനയിൽ പതിക്കുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താ? ഇത് ഈ ഒരു ഒബ്ജക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മയോപ്പിക് ഐയുടെ ഫാർ പോയിന്റിലായിരിക്കുന്നത്. ശരിക്കും ഇൻഫിനിറ്റി ഇതാണ്. ഇവിടുത്തെ ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇവിടെയാണ് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഈ റെറ്റിനയിൽ വന്ന് പതിയത്തില്ല. അപ്പോൾ ഒബ്ജക്റ്റ് ഒത്തിരി അടുത്തായിരിക്കുന്നത്. ഈ മയോപ്പിക് ഐയുടെ ഫാർ പോയിന്റ് ആയി വരച്ചിരിക്കുന്നത്. ശരിക്കും ഇൻഫിനിറ്റി ഇതാണ്. ശരിക്കും ഫാർ പോയിന്റ് ഹെൽത്തി ആയിരുന്നെങ്കിൽ ഫാർ പോയിന്റ് ഏതായിരുന്നു? ഇതായിരുന്നു ഫാർ പോയിന്റ് ആകേണ്ടിയിരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഇമേജിനകത്ത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഇമേജിനകത്ത് എന്താ പ്രത്യേകത? നമ്മൾ വീണ്ടും ഐ വരച്ചു, ലെൻസ് വരച്ചു. അപ്പം ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ആ ഇമേജ് കൺസിഡർ ചെയ്യണം. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ വേണ്ട, ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരുന്നത്. ഓക്കെ, ഈ ഒറിജിനൽ ഫാർ പോയിന്റ് എവിടെയായിരിക്കും? ഒറിജിനൽ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും ഹെൽത്തി ആയിട്ട് ഫാർ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, ഇതാണ് ഒറിജിനൽ, അതായത് ശരിക്കുമുള്ള ഒരു ഹെൽത്തി ആയിട്ട് ഫാർ പോയിന്റ്. ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ്. ഓക്കെ, പക്ഷേ ഇവിടുത്തെ ഇമേജ് എവിടെയായിരിക്കും വന്ന് പതിയുന്നതെന്ന് നോക്കണം. ഇൻഫിനിറ്റി ആകുമ്പം ഇവിടുത്തെ ഇമേജുകൾ കണ്ടോ, ഇൻഫിനിറ്റിയിലുള്ള ഇമേജുകളെല്ലാം പാരലായിട്ടാണ് വന്ന് വീഴുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കണ്ടോ, ഈ ഉള്ള ഇമേജ്, ഇപ്പം ഇത് മയോപ്പിക് ഐയുടെ കണ്ണിൽ ഈ ഇൻഫിനിറ്റിയിലുള്ള ഇമേജുകളൊക്കെ എവിടെ ആയിരിക്കും എന്നറിയാമോ? ഇതേണ്ട ഇവിടം വരെ വരത്തുള്ളൂ. കണ്ടോ, ഇവിടം വരെ വരുള്ളൂ, ഇവിടെ പതിയത്തില്ല. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മയോപ്പിക് ഐയുടെ കേസാണ്. മയോപ്പിക് ഐ ആണ്. മയോപ്പിക് ഐ ഓർത്തോണം. ഇവിടെയാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ആളുടെ ഫാർ പോയിന്റ് എന്ന് പറഞ്ഞത് ഇൻഫിനിറ്റി ആണ്. പക്ഷേ മയോപ്പിക് ആയിട്ടുള്ള ആളുടെ ഫാർ പോയിന്റോ ഇൻഫിനിറ്റിയിൽ ഒത്തിരി അടുത്തായിട്ട് വരുന്നുണ്ട്. ഇവിടാണ്. അവിടുത്തെ ഇമേജുകൾ കൃത്യമായിട്ടും റെറ്റിനയിൽ പതിയുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ പടം എന്തിനെ കാണിക്കുന്നു? ആ റിയൽ ആയിട്ടുള്ള ഫാർ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിയാണ്. ആ ഇൻഫിനിറ്റിയിൽ നിന്നും വരുന്ന റേ മയോപ്പിക് ഐയുടെ കണ്ണിൽ പതിച്ചു കഴിഞ്ഞാൽ എവിടെയായിരിക്കും ഇമേജ് പതിയുന്നത്? ഇവിടെ ആയിരിക്കും, ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിന ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. എങ്ങനെ നമുക്ക് ഇവനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ സെയിം വീണ്ടും ഒരു കണ്ണ് വരയ്ക്കുന്നു, ലെൻസ് കൺസിഡർ ചെയ്യുന്നു. നമ്മുടെ എവിടത്തെ ഇതിനെയാണ് നമുക്ക് കാണാത്തത്? നമ്മുടെ ഇൻഫിനിറ്റിയിലുള്ള ഇതിനെയാണ് ശരിക്കും പറഞ്ഞാൽ കാണാത്തത്. അപ്പോൾ എന്ത് ചെയ്യും? അത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അവിടെ നിന്ന് വരുന്ന പാരലൽ റേസ്, അതായത് ഇൻഫിനിറ്റിയിൽ നിന്നും വരുന്ന പാരലൽ റേസ് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളൊരു കോൺവെക്സ് ലെൻസിനകത്തൂടെ എന്ത് ചെയ്യും? നമ്മൾ കടത്തിവിടും. കോൺകേവ് ലെൻസാണ്. കോൺകേവ് ലെൻസിനകത്തൂടെ എന്ത് ചെയ്യും? കടത്തിവിടും. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇതെന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്തിട്ട് വിടർന്നിട്ട് കണ്ടോ, ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ. പടം ഞാൻ റഫായിട്ടാണ് വരച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ ലെൻസൊക്കെ വലുതായിട്ട് വരയ്ക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്ന് വീണിട്ട് പിന്നീട് എന്ത് ചെയ്യും? ഇവിടെ അതായത് ഇവിടെ പതിക്കേണ്ട സാധനം എവിടെ പതിക്കും? അവിടെ പതിക്കാതെ കുറച്ചുകൂടെ ഡിസ്റ്റൻസിൽ പോയിട്ട് പതിക്കുന്നുണ്ടാവും. അതായത് ഇവിടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് നമ്മുടെ കറക്ഷൻ ഫോർ മയോപ്പിയ ആണ്. നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത് കോൺകേവ് ലെൻസാണ്. ഈ ഇമേജ് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇമേജ് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും.
ഓക്കെ ആണോ ശ്രേയ? ഓക്കെ ആണോ ശ്രേയ? ഓക്കെയാണ്. അക്ഷിത അതേപോലെ തന്നെ എലിജ ഇപ്പൊ കയറിയത് മനസ്സിലായോ? ഇത് ഓക്കെ ആണോ? ഓക്കെ സാർ. അതേപോലെ തന്നെ ഡീൻ ഓക്കെ ആണോടാ? ഡീൻ ഓക്കെ സാർ. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, ഇനി ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മുടെ ഇത് ഡിഫക്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. നമുക്ക് ശരിക്കും നമ്മൾ ഒരു ഹെൽത്തി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഹെൽത്തി ഐ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ഹെൽത്തി ഐ ആണെന്ന് വിചാരിക്കുക. ഹെൽത്തി ഐയുടെ ഫാർ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റിയിൽ നിന്നും വരുന്ന ലൈറ്റ് റേ ഈ ലെൻസിനകത്തൂടെ വന്നിട്ട് ഇൻഫിനിറ്റിയിൽ നിന്നും വരുന്ന ലൈറ്റ് റേ കൃത്യം എവിടെ പതിക്കും? റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ പതിക്കും. ഓക്കെ, എന്നാൽ നമുക്ക് കണ്ണിനൊരു ഡിഫക്റ്റ് ഉണ്ടായി. ഡിഫക്റ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതായത് കണ്ണിന് ഷോർട്ട് സൈറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇമേജ് പതിക്കുന്നത് എവിടെയാണെന്നറിയോ? ഈ ഇമേജ് റെറ്റിനയുടെ മുമ്പിലാണ് പതിക്കുന്നത്. അതെന്തുകൊണ്ടാണ് റെറ്റിനയുടെ മുമ്പിൽ പതിക്കുന്നതെന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് റെറ്റിനയുടെ മുമ്പിൽ പതിക്കുന്നു എന്നുള്ള രണ്ട് കാരണം ഉണ്ടാകുന്നത്. ഒന്ന്, നേരത്തെ ഇവിടെ ആയിരുന്ന റെറ്റിന വലിഞ്ഞ് ഇലോങ്ങേറ്റ് ചെയ്തിട്ട് റെറ്റിന ഇങ്ങനെയാവാം. ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് ഇങ്ങനെയാവാം. അപ്പോഴും ഇമേജ് എവിടെ തന്നെ പതിക്കത്തുള്ളൂ? ഇവിടെ തന്നെ പതിക്കത്തുള്ളൂ, ഇവിടെ പതിക്കത്തില്ല. അപ്പം ഇലോങ്ങേഷൻ ഓഫ് ഐബോൾ അതിനൊരു കാരണമാണ്. രണ്ട് എന്താണെന്നറിയാമോ? ഈ ലെൻസിൻ്റെ പവർ കൂടാം. ലെൻസിൻ്റെ പവർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിൻ്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇലോങ്ങേഷൻ ഓഫ് ഐബോളും എക്സസീവ് കർവേച്ചർ. ഇതിൻ്റെ കർവേച്ചർ കൂടാം. കർവേച്ചർ അല്ലേ, പവർ കൂടുക എന്ന് പറയുന്നതിന് പകരം കർവേച്ചർ, ഇങ്ങനെ ഇരിക്കുന്ന ലെൻസ് ഇങ്ങനെ ആവാം. നമ്മൾ പറഞ്ഞു കട്ടിക്കുള്ള ലെൻസിന് എന്ത് സംഭവിക്കും? പവർ കൂടും, ഡീവിയേഷൻ വളരെ കൂടും. അപ്പം ശരിക്കും ഇവിടെ പതിക്കേണ്ടത് ഇവിടെ പതിക്കാതെ എന്ത് ചെയ്യും? ഇവിടെ നല്ലതായിട്ട് ഡീവിയേറ്റ് ചെയ്തിട്ട് ഇവിടെ വരെ പതിക്കത്തുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാരണമാണ് ഷോർട്ട് സൈറ്റിൻ്റെ കാരണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇലോങ്ങേഷൻ ഓഫ് ഐബോളും അതേപോലെ തന്നെ എക്സസീവ് കർവേച്ചർ ഓഫ് ലെൻസും. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? രണ്ടാമത് ഹൈപ്പർ മെട്രോപ്പിയാണ് പഠിക്കാൻ പോകുന്നത്. ഹൈപ്പർ മെട്രോപ്പിയ. എഴുതണം, ഹൈപ്പർ മെട്രോപ്പിയ. ലോങ് സൈറ്റഡ്നെസ്. ഹൈപ്പർ മെട്രോപ്പിയ. അപ്പം ഇതും ഈ പറഞ്ഞുള്ളൊരു ഡോട്ട് ഇട്ട് എഴുതാം. an eye defect in which a person can see far away objects എന്ന് പറയുമ്പോൾ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് എന്നും പറയും കേട്ടോ. ഡിസ്റ്റന്റ് എന്ന് ബ്രാക്കറ്റിൽ ഇട്ടണം. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ക്ലിയർലി but cannot see nearby object. അതായത് ലോങ് സൈറ്റ്, പേര് പറയുന്ന പോലെ തന്നെ ലോങ് സൈറ്റ്, ദൂരെയുള്ള കാഴ്ച കാണാം, അടുത്തുള്ളത് കാണാൻ പറ്റില്ല. അപ്പം നിയർബൈ ഒബ്ജക്ട്സ്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് അതിൻ്റെ നോട്ട് എഴുതിയിട്ട് അതിൻ്റെ കൺസെപ്റ്റ് പറയാം. എന്നിട്ട് എഴുതുക, നിയർ പോയിന്റ് ഓഫ് എ ഹൈപ്പർ മെട്രോപ്പിക് ഐ will be shifted away from the normal near point 25 സെൻറ്റിമീറ്റർ ആണ് ഓഫ് ദ ഐ. അതായത് നോർമൽ നിയർ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യും? ഷിഫ്റ്റഡ് എവേ ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ this is because the light rays from a close by object are focused at a point behind the retina. നേരത്തെ റെറ്റിനയുടെ മുമ്പിൽ പതിക്കുന്നു എന്നുള്ളതുകൊണ്ടായിരുന്നു ഷോർട്ട് സൈറ്റ് വരുന്നതെങ്കിൽ ഇത് റെറ്റിനയുടെ ബാക്കിൽ പതിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്? ലോങ് സൈറ്റ് ഉണ്ടാകുന്നത്. അതും കൂടി എഴുതി വെച്ചേക്കുക. കോസസ്
കോസസ് എഴുതേണ്ടത് ഇതാണ്. ദിസ് ഡിഫെക്റ്റ് arises due to ഒന്ന് the focal length of eye lens is too long. അതുകൊണ്ടാണല്ലോ റെറ്റിനയുടെ ബാക്കിൽ പതിക്കുന്നത്, too long. രണ്ടാമത്തേത് the eyeball become too small. the eyeball becomes too small. അല്ലെങ്കിൽ shrinkage of eyeball എന്ന് ഓർത്താൽ മതി, ഐബോൾ ചുരുങ്ങുന്നു. ഇനിയും അടുത്തത് ഒരു ആരോ ഇട്ട് എഴുതുക. this defect can be corrected by using convex lens of appropriate power. ഇവിടെയും മൂന്ന് പടമുണ്ട്, നമുക്ക് നോക്കാം. നോക്കിയോളൂ, ഞാൻ ഇതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മളൊരു ഐ വരയ്ക്കുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ചോണം. നമ്മളൊരു ഐ വരയ്ക്കുന്നു, ഇതാണ് നമ്മുടെ കണ്ണ്. ഓക്കെ, കണ്ണിൻ്റെ ലെൻസ് ഇതാണ്. ഓക്കെ, കണ്ണിൻ്റെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്, നോർമൽ ഹെൽത്തിയുടെ. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യും? ഉറപ്പായിട്ടും കൃത്യം ഹെൽത്തി ആയി ആണെങ്കിൽ ഇവിടുന്ന് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് നേരെ എവിടെ വന്ന് വീഴും? റെറ്റിനയിൽ വന്ന് വീഴും, നമുക്ക് ആ ഇമേജ് കാണാൻ പറ്റും. ഓക്കെ, ഇത് ശരിക്കുമുള്ള ഹെൽത്തി ഐയുടെ നിയർ പോയിന്റ് ആണ്. എന്നാൽ ഈ ആളുടെ കണ്ണിന് ലോങ് സൈറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തുള്ളത് കാണത്തില്ല, ദൂരെയുള്ളതേ കാണത്തുള്ളൂ. അപ്പോൾ അടുത്തുള്ളത് കാണത്തില്ലെങ്കിൽ ഈ നിയർ പോയിന്റിലുള്ള ഇദ്ദേഹത്തിന് കാണാൻ പറ്റുമോ? ഇല്ല. ഈ നിയർ പോയിന്റിലുള്ളത് ഇതിൻ്റെ പുറകിലായിരിക്കും. ശരിക്കും ഈ ആളുടെ കണ്ണിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ നിയർ പോയിന്റ് എന്ത് ചെയ്യും? ഈ നിയർ പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും ഷിഫ്റ്റ് ചെയ്തു പോകും. റിയൽ നിയർ പോയിന്റിൻ്റെ ഇമേജ് എവിടെ ആയിരിക്കും പതിയുന്നത്? വേണ്ട, കുറച്ചുകൂടെ ഇപ്പുറത്തായിട്ടായിരിക്കും പതിയുന്നത്. ഓക്കെ, ഇത് പടം വരച്ച് ഞാൻ കാണിക്കാം, കൺസെപ്റ്റ് പറയുവാണ്. അപ്പം ഓർക്കുക, ഇത് നോർമൽ ഹെൽത്തി ആയി, ഇതിപ്പം നോർമൽ ഹെൽത്തി ഐ ആണ്. അയാളുടെ നിയർ പോയിന്റ് എത്ര? 25 സെൻറ്റിമീറ്റർ ആണ്. ഈ 25 സെൻറ്റിമീറ്ററിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് കൃത്യമായിട്ട് എന്ത് ചെയ്യും? ഇതിലൂടെ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് റെറ്റിനയിൽ പതിയും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എന്നാൽ ഇദ്ദേഹത്തിന് കാലാനുസൃതമായിട്ട്, അതായത് അദ്ദേഹത്തിന് പ്രായമായപ്പോഴത്തേക്കും അദ്ദേഹത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ലോങ് സൈറ്റഡ് ഐ ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഈ നിയർ പോയിന്റിൽ ഉള്ള ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഇപ്പോൾ ഇവിടെ പതിക്കുന്നില്ല, പകരം അത് പതിക്കുന്നത് ഇവിടെ ആയിരിക്കും. ഇവിടെ ഇമേജ് പതിച്ചാൽ കാണാൻ പറ്റുമോ? ഇല്ല, ഇത് റെറ്റിനയുടെ ബാക്ക് സൈഡാണ്. ഇവിടെ ഇമേജ് പതിച്ചാൽ കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ ഈ റിയൽ നിയർ പോയിന്റിൻ്റെ ഇമേജ് ശരിക്കും എവിടെ പതിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് റേ ഉണ്ടാകുന്നതേ ഇല്ല. ആകെ ഈ റെഡ് ലൈറ്റ് റേ ആണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അയാളുടെ നിയർ പോയിന്റ് എങ്ങോട്ടേക്ക് പോയി? അയാളുടെ നിയർ പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വല്ലതും ഷിഫ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ ആയിരിക്കും ഇപ്പോൾ അയാളുടെ പുതിയ നിയർ പോയിന്റ്. അത് ചിലപ്പോൾ ഒരു 100 സെൻറ്റിമീറ്റർ വല്ലതും ആയിരിക്കും. അയാളുടെ നിയർ പോയിന്റ് എന്ന് പറയുന്നത്. ആ 100 സെൻറ്റിമീറ്ററിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് എന്ത് ചെയ്യും? കൃത്യമായിട്ട് എവിടെ ഫോം ചെയ്യും? ഇതിൻ്റെ ഇവിടെ വന്ന് ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ? അത് ഓർക്കണം. ഇനി ഇതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? ഇതിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോഴേ ഇവിടെ ഒരു റിഫ്രാക്ഷൻ നടക്കും. കണ്ടോ? ഇവിടെ നിന്നൊരു റിഫ്രാക്ഷൻ നടക്കും. എന്നിട്ട് വീണ്ടും ഇവിടെ വരുമ്പോൾ വീണ്ടും റിഫ്രാക്ഷൻ നടക്കുമ്പോൾ കൃത്യം എന്ത് ചെയ്യും? ഇവിടെ തന്നെ ഇമേജ് പതിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റേ ഡയഗ്രാം 3 ഞാൻ വരയ്ക്കാം.
അത് നോക്കിക്കോളൂ. റേ ഡയഗ്രാമിൻ്റെ ഒന്നാമത്തെ റേ ഡയഗ്രാം എന്ന് പറയുമ്പോൾ നിയർ പോയിന്റ് ഓഫ് എ ഹൈപ്പർ മെട്രോപിക് ഐ. ശരിക്കുമുള്ള നിയർ പോയിന്റ്, ഞാൻ ആദ്യം കണ്ണ് വരയ്ക്കുകയാണ്. ഞാനൊരു കണ്ണ് വരച്ചു. ഈ കണ്ണിന് ഞാനൊരു ലെൻസ് കൊടുത്തു. 25 സെൻറ്റിമീറ്റർ ശരിക്കും നിയർ പോയിന്റ് എൻ ആയിട്ട് എടുത്തു. ഇതാണ് നിയർ പോയിന്റ് എന്ന് പറയുന്നത്, 25 സെൻറ്റിമീറ്റർ ആണ്. ഞാൻ ഇത് വരച്ചില്ല, ഞാൻ വരയ്ക്കുന്നത് ഇപ്പോൾ ഹൈപ്പർമെട്രോപിക് ആയിട്ട് നിയർ പോയിന്റ് വരയ്ക്കാൻ പോകുന്നത്. നിയർ പോയിന്റ് ഓഫ് ഹൈപ്പർ മെട്രോപിക് ഐ ആണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പം അയാളുടെ നിയർ പോയിന്റ് വേണ്ടി ഇവിടെ ആയിരിക്കും, കണ്ടോ, എൻ ഡാഷ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് വരയ്ക്കുന്ന സമയത്ത് വേണ്ട അവിടെ നിന്ന് ലൈറ്റ് റേസ് വേണ്ടി ഇവിടെ വന്ന് വീഴുന്നു, ഇങ്ങനെ പോകുന്നു. അത് നേരെ ഇവിടെ വന്ന് വീഴുന്നു. നിയർ പോയിന്റ്, അയാളുടെ നിയർ പോയിന്റ് കൃത്യം, അയാളുടെ നിയർ പോയിന്റ് ദൂരെ ആയതുകൊണ്ട് അത് കൃത്യം റെറ്റിനയിൽ തന്നെ പതിയുന്നു എന്നുള്ളത് ഓർത്ത് വെച്ചോണം. റെറ്റിനയിൽ തന്നെ കൃത്യം പതിയുന്നു. ഓക്കെ, ശരിക്കുള്ള നിയർ പോയിന്റിന്റെ ഇമേജ് അല്ല അവിടെ പതിയുന്നത്. നിയർ പോയിന്റ് ഒത്തിരി അകന്നു പോയി. എൻ ഡാഷ്, ഇതാണ് ഇപ്പോൾ ഇയാളുടെ നിയർ പോയിന്റ്. ഓക്കെ, ആ നിയർ പോയിന്റിലെ ഇമേജ് കണ്ണി പതിയുന്നുണ്ട്. അപ്പോൾ ശരിക്കുള്ള ഇമേജിൻ്റെയോ ഹൈപ്പർമെട്രോപിക് ഐയുടെ വരച്ചാലോ, ഹൈപ്പർമെട്രോപിക് ഐയുടെ ഒരു ഇമേജ്, അതായത് നിയർ പോയിന്റിൻ്റെ ഇമേജ് വരച്ചാലോ, നമുക്ക് നോക്കാം. ഹൈപ്പർമെട്രോപിക് ഐയുടെ നിയർ പോയിന്റിൻ്റെ ഇമേജ് അല്ല, റിയൽ നിയർ പോയിന്റിൽ നിന്നുള്ള ഇമേജ് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. റിയൽ നിയർ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ 25 സെൻറ്റിമീറ്ററിലല്ലേ ഇരിക്കുന്നത് റിയൽ നിയർ പോയിന്റ് എന്ന് പറയുന്നത്. അത് അവിടെ ഉള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് എവിടെ പതിയുമെന്ന് അറിയാമോ? ഇങ്ങനെ ഇതേ വന്ന് വീഴുന്നു, ഇതിൻ്റെ പുറകിൽ പതിയും. ഇതാണ് ഇവിടെ വരയ്ക്കേണ്ടത്. ഇത് എൻ, ഇത് എൻ ഡാഷ്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിനെ എൻ ഡാഷ് ആയിട്ടും ഒറിജിനൽ നിയർ പോയിന്റിനെ എൻ ഡാഷ് ആയിട്ടും പുതിയതായിട്ട് ഫോം ചെയ്ത നിയർ പോയിന്റിനെ എൻ ആയിട്ടും എടുത്തിരിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചോണം. ഒറിജിനൽ നിയർ പോയിന്റിനെ എൻ ഡാഷ് ആയിട്ടും അതേപോലെ തന്നെ പുതിയതായിട്ട് ഫോം ചെയ്ത ഹൈപ്പർമെട്രോപിക് ആയിട്ട് നിയർ പോയിന്റിനെ എൻ ആയിട്ടുമാണ് അവർ എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണം. അതേപോലെ നമുക്ക് വേണമെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ എഴുതി, ഇതൊരു ഹൈപ്പർമെട്രോപിക് ഐ ആണ്. ഹൈപ്പർമെട്രോപിക് ഐ ആണ്. ഡൗട്ടുള്ളത് ക്ലിയർ ചെയ്ത് പോവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമ്മൾ ഒരു റേ ഡയഗ്രാം കൂടെ വരയ്ക്കണം. അതായത് അത് കറക്റ്റ് ചെയ്യുന്നതിൻ്റെ റേ ഡയഗ്രാം കൂടെ വരയ്ക്കണം. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ഐ വരയ്ക്കുന്നു, ലെൻസ് വരയ്ക്കുന്നു. നിയർ പോയിന്റ് ശരിക്കുള്ള 25 സെൻറ്റിമീറ്റർ നിയർ പോയിന്റ് ഇതാണ്. 25 സെൻറ്റിമീറ്റർ ഇതാണ്. ഇവിടെ നിന്ന് വീഴുന്ന ലൈറ്റ് റേ ഇതിൻ്റെ ബാക്കി വീഴുന്നതാണ് പ്രശ്നം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ ഒരു കോൺവെക്സ് ലെൻസ് വെക്കുന്നു. അപ്പം ആദ്യം ലൈറ്റ് റേ ഇവിടെ വന്ന് വീഴുന്നു. ഇവിടെ ആദ്യം റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് ഇവിടോട്ട് വന്ന് വീഴുന്നു. വീണ്ടും അവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് കൃത്യം ഒത്തിരി ബാക്കിലോട്ട് പോകാതെ അത് കൃത്യം എവിടെ വന്ന് വീഴുന്നു? കൃത്യം ഇവിടോട്ട് വന്ന് വീഴും. മറ്റേ നീർ ഇത് എൻ ഡാഷ് ആണ്. എൻ ഡാഷ് ഈ എന്നിൻ്റെ അവിടെ വരച്ചിട്ട് ജസ്റ്റ് ഒരു എന്ത് വരയ്ക്കുക? എന്നിങ്ങനെ വരച്ചാൽ കാണിക്കുക. അതും ഇവിടെ തന്നെ വീഴും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ ചെയ്ത് പോവാം. സാർ രണ്ടാമത്തെ ഫിഗറിന് എന്തു എഴുതണ്ടേ? രണ്ടാമത്തെ ഫിഗർ ഹൈപ്പർമെട്രോപിക് ഐ എന്നങ്ങ് എഴുതിയാൽ മതി. ഹൈപ്പർമെട്രോപിക് ഐയുടെ അല്ലേ ഈ റെറ്റിനയുടെ ബാക്കി പതിയുന്നേ? അതായത് ഒറിജിനൽ നിയർ പോയിന്റിന്റെ ഇമേജ് എവിടെ ആയിരിക്കും പതിയുന്നത്? റെറ്റിനയുടെ ബാക്കിലായിരിക്കും പതിയുന്നത്. അതാണ് ഹൈപ്പർമെട്രോപിക് ഐയുടെ പ്രശ്നം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നോക്കിയേ. അതായത് ഇതിൻ്റെ കാരണം എന്താവുന്നത്? അതായത് നോർമലി നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കും. ഇത് വരയ്ക്കൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. ഞാനിവിടെ ഒരു ലെൻസ് വരച്ചു. ഇതാണ് നമ്മുടെ ഒറിജിനൽ നിയർ പോയിന്റ്. അതിനെ എൻ ഡാഷ് ആയിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 25 സെൻറ്റിമീറ്റർ. ഓക്കെ,
ഇത് ഹൈപ്പർമെട്രോപിക് ഐ ആണെന്ന് വിചാരിച്ചോ. ഹൈപ്പർമെട്രോപിക് ഐ ആണെങ്കിൽ ശരിക്കും ഇതിൽ വന്ന് ലേറ്റർ വന്ന് വീണ് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ പുറകിലാണ് വീഴുന്നത്. ഓക്കെ, അതായത് നേരത്തെ എന്താ സംഭവിച്ചത്, ഇത് ഹെൽത്തി ഐ ആയിരുന്നപ്പോഴുള്ള ഇതെന്ന് പറയുമ്പോൾ ഹെൽത്തി ഐ ആയിരുന്നപ്പോഴുള്ള ഈ കണ്ണിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. അപ്പം ഈ നിയർ പോയിന്റിലെ കൃത്യം എന്ത് ചെയ്യുമായിരുന്നു, നിയർ പോയിന്റിലെ കൃത്യം രണ്ട് ഇവിടെ വന്നിട്ട് ആ റെറ്റിനയിൽ വന്ന് പതിയുമായിരുന്നു, നമുക്ക് കാണാമായിരുന്നു. പക്ഷെ കണ്ണിന് എന്ത് സംഭവിച്ചു, കണ്ണിന് ശ്രിങ്കേജ് ഉണ്ട്, ഐബോൾ ചുരുങ്ങി. ഐബോൾ ചുരുങ്ങിയപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഐബോൾ ചുരുങ്ങിയപ്പോൾ എന്താ കണ്ണിന് പ്രശ്നം ഉണ്ടായി. ഇതുണ്ട് ഇപ്പം ഈ ഐബോളിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇതുണ്ട് ഇതാണ് ചുരുങ്ങി. പക്ഷേ ഇമേജ് എവിടെ തന്നെ പതിയുന്നത്, ഇമേജ് ആ പഴയ ഇരുന്ന പൊസിഷനിൽ തന്നെയാണ് അപ്പോഴും ഇമേജ് പതിയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്കത് കാണാൻ പറ്റാത്തത്. അതൊരു കാരണം ശ്രിങ്കേജ്. രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അതായത് നോക്കിക്കോളൂ, രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇത് നിയർ പോയിന്റ് ആണ്. ഈ കണ്ണിന് ഈ എന്താണ് ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടി, എന്തെങ്കിലും കാരണവശാൽ ലെൻസിന് ഫോക്കൽ ലെങ്ത് കൂടി. അതായത് നേരത്തെ ഇവിടെ വീണുകൊണ്ടിരുന്ന സംഭവം ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടിയ എന്ത് ചെയ്യും, വേണ്ട ഇങ്ങോട്ടേക്കായിരിക്കും ഫോക്കസ്. കണ്ടോ, ഇതായിരിക്കും അതിൻ്റെ ഫോക്കസ് ആവുന്നത്. അതും ഒരു റീസൺ ആവാം. മനസ്സിലായോ? അപ്പോൾ അതും അതിൻ്റെ കാരണമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ടോപ്പിക്ക് എഴുതിക്കോളുക. പ്രസ് ബയോപ്പിയ ബ്രാക്കറ്റിൽ ഓൾഡ് ഏജ് ഹൈപ്പർമെട്രോപ്പിയ എന്ന് എഴുതാം. ഓൾഡ് ഏജ് ഹൈപ്പർമെട്രോപ്പിയ. ഈ പ്രായമാകുമ്പോൾ ഉണ്ടല്ലോ, ഈ പ്രായമാകുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ രണ്ട് പ്രശ്നം ഉണ്ടാകും ചിലപ്പം. അതായത് അടുത്തുള്ളതും കാണാൻ പറ്റത്തില്ല, ദൂരെയുള്ളതും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ചിലപ്പം ഈ പറഞ്ഞ ബൈഫോക്കൽ ലെൻസ് വെക്കും. അതായത് അവരുടെ കണ്ണാടി, ഈ അപ്പൂപ്പന്മാരുടെ അമ്മൂമ്മമാരുടെയും കണ്ണാടി ശ്രദ്ധിച്ചാൽ മതി. രണ്ട് ഇങ്ങനെ ആയിരിക്കും. അതായത് ഇവിടെ ഒരു ടൈപ്പ് ലെൻസ് ഉണ്ട്, അതേപോലെ തന്നെ അതായത് ഇതൊരു ലെൻസാണ്, രണ്ട് ഈ ഭാഗത്തും ഒരു ലെൻസ് ഉണ്ട്. ഒരെണ്ണം കോൺവെക്സ്, ഒരെണ്ണം കോൺകേവ്. ദൂരെയുള്ളത് കാണാൻ എന്തുപയോഗിക്കും, ദൂരെയുള്ളത് കാണാൻ നമുക്ക് എന്താ കോൺകേവ് ഉപയോഗിക്കും, അടുത്തുള്ളത് കാണാൻ കോൺവെക്സ് ഉപയോഗിക്കും. മനസ്സിലായി? അടുത്തുള്ളത് കാണാൻ വേണ്ടി നമ്മൾ തന്നെ ഉപയോഗിക്കും, ദൂരെയുള്ളത് കാണാൻ വേണ്ടി തന്നെ ഈ ഭാഗം ഉപയോഗിക്കും. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായമാകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ സീലിയറി മസിൽസ് ഒക്കെ വീക്കാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഡിഫക്റ്റാണ് ഈ പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത്. പ്രസ് ബയോപ്പിയാണ്, PRES ആണ്, PRESBYOPIA, പ്രസ് ബയോപ്പിയ. അപ്പം അത് എഴുതേണ്ടത് ഡോട്ട് ഇട്ടിട്ട് എഴുതുക. ഇറ്റ് ഈസ് ദ ഡിഫക്റ്റ് ഓഫ് വിഷൻ. It is a defect of vision due to which an old person cannot see the nearby objects. nearby objects. നിങ്ങൾ ഈ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉള്ള വീട്ടിൽ അവർ പത്രം വായിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് അവരിങ്ങനെ ദൂരോട്ട് മാറ്റി വെച്ചിട്ടാണ് വായിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വെള്ളെഴുത്തെന്നൊക്കെ പറയും. അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ വെള്ളെഴുത്തെന്നൊക്കെ പറയും. അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ പത്രമൊക്കെ വായിക്കുന്ന സമയത്ത് അവർ ഇങ്ങനെ അകത്തി വെച്ചിട്ടാണ് വായിക്കുന്നത്. കാരണം അവരുടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ കാണാൻ പറ്റില്ല. അവരുടെ നിയർ പോയിന്റ് ഒക്കെ ഒത്തിരി റെസീഡ് ചെയ്യും, ദൂരോട്ട് മാറിപ്പോകും. അത് പ്രായമാകുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ്. ഓക്കെ ആണല്ലോ? അപ്പം cannot see nearby object clearly due to loss of power of accommodation of eye. Accommodation of eye. അടുത്ത ഡോട്ട് എഴുതുക. the near point of the old person having press
presbyopia gradually recede എന്ന് പറയുമ്പോൾ അകന്നു പോവുക എന്നുള്ള recedes and becomes more than 25 സെന്റിമീറ്റർ. ഇനി അതിന്റെ കോസസും പഠിക്കണം. അതിന്റെ കോസസും പഠിക്കുക. ഒന്നാമത്തെ കോസസ് എന്ന് പറയുന്നത് ഈ സീലിയറി മസിലിന്റെ വീക്ക്നെസ്സാണ്. പവർ ഓഫ് അക്കോമഡേഷന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? പവർ ഓഫ് അക്കോമഡേഷനെ നിയന്ത്രിക്കുന്നത് സീലിയറി മസിൽസാണ്. സീലിയറി മസിൽസ് എന്താണ് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ലെൻസ് തിന്നായിരിക്കും, ലെൻസ് ഫ്ലാറ്റ് ആയിരിക്കും. ഫ്ലാറ്റ് ആകുമ്പോൾ ദൂരെയുള്ള ഒബ്ജക്റ്റുകളെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ദൂരെയുള്ള ഒബ്ജക്റ്റുകളെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് സീലിയറി മസിൽസ് എന്താണ് റിലാക്സ് ആയിട്ടിരിക്കും, ഫ്ലാറ്റൻഡ് ആയിരിക്കും ലെൻസ്. അതേപോലെ തന്നെ നമുക്ക് അടുത്തുള്ളൊരു ഒബ്ജക്റ്റിനെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് സീലിയറി മസിൽസ് ചുരുങ്ങുന്ന സമയത്ത് അത് ലെൻസിനെ എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും, അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യിപ്പിക്കും. അപ്പം ലെൻസ് എന്ത് ചെയ്യും? ലെൻസ് കുറച്ചുകൂടെ കർവേച്ചർ കൂടും, അതായത് ലെൻസ് തിക്കാവും. അപ്പം ഫോക്കൽ ലെങ്ത് കുറയും, അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ആവും. ഓക്കെ, അപ്പം ഈ ഒരു അടുത്തുള്ള ദൂരെയുള്ള ഒബ്ജക്റ്റിനെ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത്? പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. അത് അതിൻ്റെ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ വേരിയേഷൻ വരുന്നതുകൊണ്ടാണ്. ആ വേരിയേഷൻ വരാൻ കാരണം സീലിയറി മസിൽസ് വീക്കൻ ആവുന്നതുകൊണ്ടാണ്. സീലിയറി മസിൽസ് നമ്മളിപ്പോൾ ദൂരെ ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്ന സമയത്ത് സീലിയറി മസിൽസ് അതിനനുസരിച്ച് എന്ത് ചെയ്യത്തില്ല? റിലാക്സ് ആവുന്നില്ല. അല്ലെങ്കിൽ അടുത്തുള്ള ഒബ്ജക്റ്റിനെ നോക്കുന്ന സമയത്ത് സീലിയറി മസിൽസ് അതിനനുസരിച്ച് കംപ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതുണ്ടാകുന്നത്. അപ്പോൾ ആദ്യത്തെ കോഴ്സ് തന്നെ ഇതാണ്, ഗ്രാജുവൽ വീക്കനിങ് ഓഫ് സീലിയറി മസിൽസ്. ഗ്രാജുവൽ വീക്കനിങ് ഓഫ് സീലിയറി മസിൽസ്. അടുത്തത് ഡിക്രീസ് ഇൻ ഫ്ലെക്സിബിലിറ്റി ഓഫ് ഐലൻഡ്സ്. ഡിക്രീസ് ഇൻ ഫ്ലെക്സിബിലിറ്റി ഓഫ് ഐലൻഡ്സ്. അടുത്തത് sometimes a person may suffer from both myopia and hypermetropia in such people they require bifocal lens for correction. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രായമാകും തോറും ചിലപ്പം അടുത്തുള്ളതും ദൂരെയുള്ളതും കാണാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പം അവർക്ക് ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇനി അതേപോലെ തന്നെ അതിൻ്റെ അപ്പർ പൊസിഷൻ, അതിൻ്റെ ബാക്കിയായിട്ട് ഒരു ആരോ ഇട്ട് തന്നെ എഴുതിയാൽ മതി. ഇവിടെ ഡോട്ട് ഇടേണ്ട, ആരോ ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെ ഒരു ആരോ ഇടുക. ദ അപ്പർ പോർഷൻ കൺസിസ്റ്റ് ഓഫ് എ concave lens which facilitate distant vision which facilitate distant vision. അടുത്തൊരു ആരോ ഇട്ട് എഴുതുക. the lower part consists of convex lens which facilitate near vision. അതായത് ഞാൻ പറഞ്ഞു, അതായത് ലെൻസ് നമ്മുടെ കണ്ണാടി, അതായത് അപ്പൂപ്പന്മാരുടെ അമ്മൂമ്മമാരുടെയൊക്കെ കണ്ണാടി ദണ്ട് ഈ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ദണ്ട് ഇവിടെ ദണ്ട് ഇങ്ങനെ ഒരു ഇത്, അതായത് ഈ ലോവർ പാർട്ട് അടുത്തുള്ള ഒബ്ജക്റ്റുകളെ കാണാനും, ഈ മുകളിലുള്ളതിൻ്റെ ഈ ഒരു പാർട്ട്, അതായത് കളർ ചെയ്ത് കാണിക്കാം, ഈ ഒരു പാർട്ട് ദൂരെയുള്ളതിനെ കാണാനും, ഈ ഒരു പാർട്ട് അടുത്തുള്ളതിനെ കാണാനുമാണ് അവർ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഡൗട്ട്
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലാക്കിയിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അഡ്വാൻറ്റേജസ് ഓഫ് ഐ ഇൻ ഫ്രണ്ട് ഓഫ് ഫേസ്. അതായത് കണ്ണിൻ്റെ, അത് നിങ്ങളുടെ ടോപ്പിക്കിൽ ഇല്ലാത്തതാണ്, പക്ഷേ എപ്പോഴോ ഒരു ബോർഡ് എക്സാമിൻ്റെ ഒരു സമയത്ത് അത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ജസ്റ്റ് അങ്ങ് തരുവാണ്, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. അഡ്വാൻറ്റേജ് ഓഫ് ഐ ഇൻ ഫ്രണ്ട് ഓഫ് ഫേസ്. കാണാൻ ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒന്നെന്ന് പറഞ്ഞാൽ ഗീവ് വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ. ഇറ്റ് ഗീവ് വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ. രണ്ടാമത്തേത് ഇറ്റ് പ്രൊവൈഡ് 3-dimensional വ്യൂ. 3-dimensional വ്യൂ. മൂന്നാമത്തേത് ഇറ്റ് എൻഹാൻസസ് the ability to detect faint object. മതി. അതായത് ഇപ്പോൾ ആനയുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയാം. ആനയ്ക്ക് കണ്ണുകൾ രണ്ട് സൈഡിലാണ്. അപ്പോൾ രണ്ട് സൈഡിലാകുമ്പം അവർക്കൊരു ഒരു 10 മീറ്റർ അപ്പുറത്തോട്ടുള്ള ഒബ്ജക്റ്റുകളുടെ 3-dimensional ഇമേജ് മാത്രമേ കിട്ടത്തുള്ളൂ. ആനക്കാരൊക്കെ രാവിലെ ആന അടുത്തോട്ട് വരുമ്പോഴേ ഒരിക്കലും ഫ്രണ്ടിൽ കൂടെ വരത്തില്ല. അപ്പോൾ ഫ്രണ്ടിൽ കൂടെ വരുന്ന സമയത്ത് അതിനെന്തോ ഒരു അപകടം വരുന്ന പോലൊരു ഫീലാണ്. പെട്ടെന്ന് നമ്മുടെ കണ്ണ് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിക്കത്തില്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് അതിനും ഈ ഫ്രണ്ടിൽ കൂടെ വരുന്ന സമയത്ത്. കാരണം നമുക്ക് നമ്മുടെ കണ്ണ് ഫ്രണ്ടിൽ വരുന്ന സമയത്ത്, രണ്ട് കണ്ണും ഫ്രണ്ടിലായിരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കി, നമ്മുടെ ഇവിടെ ചെവിയുടെ ആ ഒരു റേഞ്ചിൽ 180 ഡിഗ്രിയിൽ ഉള്ള എല്ലാ വിഷനും കിട്ടും. ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലാണ്. ആനയുടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും ആനയ്ക്ക് ഒരു 10 മീറ്റർ അപ്പുറത്തുള്ള ഒരു ത്രികോണമായിട്ടുള്ള ഒരു വ്യൂ ആയിരിക്കും അവന് കിട്ടുന്നത്. അതായത് ഇപ്പം ആനയുടെ ഒരു കണ്ണ് ഈ സൈഡിലും ഒരു കണ്ണ് ഈ സൈഡിലും ആണെങ്കിൽ അതിൻ്റെ ഇങ്ങനെ ഈ ഡിസ്റ്റൻസ് ആനയുടെ അവിടെ നിന്ന് ഒരു 10 മീറ്റർ അപ്പുറത്തുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഇത് മാത്രമേ ആനയ്ക്ക് കിട്ടുള്ളൂ. 3-dimensional ആയിട്ട് ഒരു ഇമേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനപ്പുറത്തോട്ടുള്ള ഇമേജുകളുടെ 3-dimensional വ്യൂ മാത്രമേ പുള്ളിക്ക് കിട്ടുള്ളൂ. മനസ്സിലായി? അങ്ങനെ ഓരോ ജീവജാലങ്ങൾക്കും ഈ പറഞ്ഞ സൈഡിൽ കണ്ണുള്ളവർക്ക് ഫെയിൻറ്റ് ഒബ്ജക്റ്റിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഫെയിൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെയൊക്കെ കൃത്യം എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യർക്ക് നല്ല രീതിയിൽ മറ്റുള്ള ഓർഗാനിസത്തിനേക്കാളും ഒക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. 3D വ്യൂ ആണ് കിട്ടുന്നത്. കണ്ണ് ഫ്രണ്ടിൽ വരുന്നത് നമ്മൾ ഒരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ചയും കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയും എൻ്റയർലി ഡിഫറെൻറ്റാണ്. ഒരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു 3D വ്യൂയുടെ ഒരു കുറവുണ്ടാവും. അതൊരു ക്ലിയർ ഒരു സെറ്റ് അല്ലെങ്കിൽ വിഷൻ അല്ലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഇവിടെ രണ്ട് കണ്ണും ഫ്രണ്ടിൽ വരുന്ന സമയത്ത് നമുക്ക് വൈഡർ ഫീൽഡ് ഓഫ് കിട്ടുന്നു, 3-dimensional വ്യൂ കിട്ടുന്നു, ഒരു ഫെയിൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ വിഷൻ എൻഹാൻസ് ചെയ്ത് കിട്ടുന്നു എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. ഓക്കെ ആണല്ലോ? ഒരു സെക്കൻഡ് ഓക്കെ, ഒരു ടോപ്പിക് കൂടെ എടുക്കാം നമുക്ക്. റിഫ്രാക്ഷൻ ത്രൂ പ്രിസം. അതും കൂടെ എഴുതിക്കുക. റിഫ്രാക്ഷൻ ത്രൂ പ്രിസം. റിഫ്രാക്ഷൻ ത്രൂ പ്രിസം. ഈ പ്രിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിസം എന്ന് പറഞ്ഞാൽ ഞാനത് വേണമെങ്കിൽ കാണിച്ചു തരാൻ നോക്കട്ടെ. പ്രിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഗ്ലാസ് മെറ്റീരിയൽ തന്നെയാണ്.
ഇതിനെയാണ് പ്രിസം എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് പ്രിസം. ഇപ്പോൾ പ്രിസത്തിലോട്ട് വൈറ്റ് ലൈറ്റ് വന്ന് കണ്ടോ, വൈറ്റ് ലൈറ്റ് വന്ന് വീഴുന്നു. അത് കണ്ടോ 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടോ. ഇതാണ് പ്രിസത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ആ രീതികളെ പറ്റിയാണ്, അല്ലെങ്കിൽ ആ ഫിനോമിനോണിനെ പറ്റിയാണ്, എന്തുകൊണ്ട് അതങ്ങനെ 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇതിന് ശരിക്കും പറഞ്ഞാൽ 2 റിഫ്രാക്റ്റിംഗ് ഫേസ് ഉണ്ട്. കണ്ടോ, ഈ സൈഡും റിഫ്രാക്റ്റിംഗ് ആണ്. അതേപോലെ താഴെ ഒരു ഒപ്പേക്ക് ഫേസ് ആണ്, താഴെ ഒരു കാര്യമില്ല. പിന്നെ ഇവിടെ ഒരു ട്രയാങ്കുലർ ഫേസ്, അപ്പുറത്തും ഒരു ട്രയാങ്കുലർ ഫേസ് ഉണ്ട്. അതായത് ഇങ്ങനെയാണ് പ്രിസം ഇരിക്കുക. പ്രിസത്തിന് 2 റിഫ്രാക്റ്റിംഗ് ഫേസ് ഉണ്ട്. ഇപ്പോൾ റിഫ്രാക്റ്റിംഗ് ഫേസിൽ കൂടെ ലൈറ്റ് കയറിയിട്ട് മറ്റേ റിഫ്രാക്റ്റിംഗ് ഫേസിലൂടെ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. തിരിച്ചും നടക്കും. ഇറങ്ങി പോകുന്ന സമയത്ത് വൈറ്റ് ലൈറ്റ് ആകുന്നതെങ്കിൽ 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാകുക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ റേ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നിങ്ങളുടെ പരിപാടി. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഒരു പ്രിസം നമ്മൾ കൃത്യമായിട്ട് വരയ്ക്കുന്നു. നമ്മളൊരു ഇക്വിലാറ്ററൽ പ്രിസം ആണ് വരയ്ക്കുന്നത്. അതായത് 60 ഡിഗ്രിയുള്ള ഈ പ്രിസം പല ടൈപ്പ് ഉണ്ട് കേട്ടോ. 90 ഡിഗ്രി പ്രിസം ഉണ്ട്, ഇക്വിലാറ്ററൽ പ്രിസം ഉണ്ട്, 60 ഡിഗ്രി പ്രിസം ഉണ്ട്, 30 ഡിഗ്രി, 60, 90, 30 ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പ്രിസങ്ങളുണ്ട്. ഓക്കെ, അതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. അപ്പോൾ ഓർത്തോണം, നമ്മൾ ഈ പടം നിങ്ങൾ വരച്ചേക്കണം. ഈ പടം വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. നോക്കിക്കോളൂ. അപ്പം ഒരു ലൈറ്റ് റേ, ഒരു സിംഗിൾ ലൈറ്റ് റേ എൻ്റെ ഇവിടെ വന്ന് വീണെന്ന് വിചാരിക്കാം. നമുക്ക് അതിനെ ബ്ലാക്ക് കളറിൽ കൊടുക്കാം. സിംഗിൾ ലൈറ്റ് റേ എൻ്റെ ഇവിടെ വന്ന് വീണു. ഓക്കെ ആണല്ലോ. നമുക്കറിയാം ഏതൊരു ലൈറ്റ് റേ വന്ന് വീണാലും ആ വന്ന് വീഴുന്ന പോയിന്റിനെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. ഇനി റിഫ്രാക്റ്റഡ് റേ വരയ്ക്കണമെങ്കിലും റിഫ്ലക്റ്റഡ് റേ എന്ന് വരയ്ക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു നോർമൽ വരയ്ക്കണം. ആ നോർമലിനെ നമ്മൾ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് വേണം വരയ്ക്കാനെന്ന് നമ്മൾ അന്നേ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ നോർമൽ. കണ്ടോ, പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം ഈ സർഫസിന്. ഇതായിരിക്കും അതിൻ്റെ നോർമൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് റെയറർ മീഡിയമാണ്, ഇത് ഡെൻസർ മീഡിയമാണ്. വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം റെയറർ ടു ഡെൻസർ മീഡിയം? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമലാണ്. ഇത് വേണ്ട ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും. ഇത് ശരിക്കും 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഞാൻ തൽക്കാലം ഒരു ലൈറ്റ് റേ മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് അടുത്ത സർഫസിൽ വന്ന് വീഴും. അടുത്ത സർഫസിൽ വന്ന് വീഴുമ്പോൾ അതും റിഫ്രാക്റ്റിംഗ് ഫേസ് ആണ്. അവിടെയും റിഫ്രാക്ഷൻ നടക്കും. അവിടെയും നോർമൽ വരയ്ക്കണം. അവിടുത്തെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഇതാണ്. അവിടുത്തെ പോയിന്റ് ഓഫ് ഇൻസിഡൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിങ്ങളൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും അല്ലേ, ഇങ്ങനെ ഇരിക്കുന്നതാണ് അവിടുത്തെ. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഡെൻസറിൽ നിന്ന് റെയറിലേക്കാണ് ഇറങ്ങി പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ബെൻഡ് എവേ ഫ്രം ദി നോർമലായിട്ട് ഇങ്ങനെ പോകും. ഇതായിരിക്കും അവിടുത്തെ കണ്ടീഷൻ. അപ്പോൾ ലൈറ്റ് റേ ഇങ്ങനെ കയറുന്നു, ബെൻഡ് ടുവേർഡ്സ് നോർമൽ, പിന്നെ ഇവിടെ ഇങ്ങനെ പോകും. ഓക്കെ, ശരിക്കും ലൈറ്റ് റേ എങ്ങനെയായിരുന്നു പോകേണ്ടിയിരുന്നത്? ഈ ലെൻസ് ഈ പ്രിസം ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പോകേണ്ടി വന്നേനെ, ഇല്ലയോ? പക്ഷേ ഇപ്പം എങ്ങനെയാണ് പോകുന്നത്? കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പോകുന്നത്, ഇല്ലേ? അപ്പോൾ എത്ര ആംഗിൾ ഉണ്ട് കണ്ടോ, അവിടെ ഡീവിയേഷൻ ഉണ്ട് കണ്ടോ. ഇതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ വരച്ച് കാണിക്കാം, നോക്കിക്കോളൂ. വരച്ച് കാണിക്കാം, കൃത്യമായിട്ട് നോക്കിക്കോളൂ. നമ്മൾ ഇതെല്ലാം വരയ്ക്കുന്നത് ഡോട്ടഡ് ഇട്ടാണ്. നോർമൽ എല്ലാം നമ്മൾ ഡോട്ടഡ് ഇട്ടാണ് വരയ്ക്കുന്നത്. നോർമൽ ഡോട്ടഡ് ഇട്ട് വരയ്ക്കുക. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ഡോട്ടഡ് ഇട്ട്, ഈ നോർമൽസ് എല്ലാം നമ്മൾ ഡോട്ടഡ് ഇട്ട് വരയ്ക്കുന്നത്. റിയൽ ആയിട്ടുള്ള ഇമേജുകൾ വരകളല്ലാതെ ബാക്കിയുള്ള എല്ലാം ഇതും അതേപോലെ പോകേണ്ട വഴിയായിരുന്നു. പക്ഷെ അതുവഴിയല്ല ലൈറ്റ് റേ പോകുന്നത്. അതുകൊണ്ട് അതും നമ്മൾ എന്താക്കുക? ഡോട്ടഡ് ആക്കുക, ഡോട്ടഡ് ലൈൻ ആക്കുക. ഡോട്ടഡ് ആക്കി. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഞാൻ തന്നെ ഇതിനെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഡോട്ടഡ് ഇട്ട് വരയ്ക്കുകയാണ്. ആംഗിൾ ഓഫ് ഡീവിയേഷൻ വരയ്ക്കാൻ വേണ്ടി എത്ര ഡീവിയേറ്റ് ചെയ്തു കണ്ടോ. ഈ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡി എന്ന് എഴുതുന്നത്. ഇത് ഡി വെച്ചിട്ട് എഴുതാറുണ്ട്, സ്മോൾ ഡി വെച്ചിട്ട് എഴുതാറുണ്ട്. അതേപോലെ തന്നെ ഡെൽ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഉണ്ട് ഫിസിക്സിൽ. ഇതിനെ ഡെൽ എന്നാണ് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എഴുതാറുണ്ട്. തൽക്കാലം ഡി എന്നൊന്ന് കൊടുത്താൽ മതി, ഡി. ഓക്കെ, ഇനി ഓരോ ആംഗിളും ഞാൻ മാർക്ക് ചെയ്യാൻ പോകും. ഇത് നമുക്കറിയാം ഇൻസിഡൻറ്റ് ആംഗിളാണ്. അതിനെ ഞാൻ ഐ എന്നാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ഐ ആണ്. അതേപോലെ തന്നെ നോർമലിൻ്റെയും റിഫ്രാക്റ്റഡ് റേയുടെ ഇടയ്ക്ക് വരുന്ന ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. അതിനെ ഞാൻ എന്താണെന്ന് ജസ്റ്റ് ആർ എന്നും കൊടുക്കുകയാണ്. ആംഗിൾ ആർ എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് നോക്കി, ഇത് പുറത്തേക്ക് ഇറങ്ങി പോവുക. നമ്മൾ മറ്റേ റെക്ടാങ്കുലർ ഗ്ലാസ് ലാബിൻ്റെ അവിടെ പഠിച്ചപ്പം പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന റേനെ എമർജൻറ്റ് റേ എന്നും അവിടുത്തെ ആംഗിളിനെ എമർജൻറ്റ് ആംഗിൾ എന്നുമാണ് വിളിച്ചത്. അത് ആംഗിൾ ഓഫ് എമർജൻസി എന്ന് കൊടുക്കും. അതായത് എന്നിട്ട് നെയിം കൊടുക്കാം. ഇത് പി, ഇത് ഇ, ഈ പോയിന്റ് ഇ, പി ഇ. അതേപോലെ തന്നെ എന്താണ് ഇവിടെ എഫ്, ഈ പോയിന്റ് എഫ്, ഇത് എസ്. അപ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ നമുക്ക് ഇത് ഓരോന്നൊന്ന് പറയാം, ഓരോ കാര്യങ്ങളായിട്ട് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇവിടെ പി ഇ എന്ന് പറയുന്നത് എന്താണ്? ഇൻസിഡൻറ്റ് റേ ആണ്. പി ഇ ഇൻസിഡൻറ്റ് റേ ആണ്. ഓക്കെ,
അതേപോലെ തന്നെ ഇ എഫ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ ആണ്. റിഫ്രാക്റ്റഡ് റേ ആണ്. അതേപോലെ തന്നെ എസ് എന്ന് പറയുന്നത് എമർജന്റ് റേ ആണ്. എമർജന്റ് റേ, പുറത്തേക്ക് ഇറങ്ങുന്ന റേ, എമർജന്റ് റേ. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയോ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിനെ എ എന്ന് എഴുതുന്നത്. ഈ ആംഗിൾ ആംഗിൾ ഓഫ് പ്രിസം എന്നാണ് പറയുന്നത്. അപ്പോൾ ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് പ്രിസം. ഇത് പ്രിസത്തിന്റെ പേര് ABC എന്നാണ്. ഈ പ്രിസത്തിന്റെ പേര്, അതുകൊണ്ടാണ് ഈ ആംഗിൾ എ എന്ന് പേരിട്ടത്. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് പ്രിസം ആണ്. ഓക്കെ. ഇനി ആംഗിൾ ഐ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഇൻസിഡൻസ്. അതേപോലെ തന്നെ ആംഗിൾ ആർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താ? ആംഗിൾ ഓഫ് എന്താണ്? റിഫ്രാക്ഷൻ. അതേപോലെ തന്നെ ആംഗിൾ ഇ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താ? ആംഗിൾ ഓഫ് എമർജൻസ്. അതേപോലെ തന്നെ ആംഗിൾ ഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താ? ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ശരിക്കും പോകേണ്ട പാത്തിൽ നിന്ന് ഒത്തിരി ഡീവിയേറ്റ് ചെയ്താണ് പോകുന്നത്. ആ ഡീവിയേറ്റ് ചെയ്യുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ, ഓർക്കുക. അപ്പോൾ നമ്മൾ ട്രയാങ്കുലർ പ്രിസം വരച്ചു. ABC എന്നാണ് പ്രിസം. അത് കഴിഞ്ഞിട്ട് PE ഇൻസിഡന്റ് റേ, അതിന് നോർമൽ വരച്ചു. അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കൃത്യമായിട്ട്, അതായത് വേണേൽ നോർമലിന് പേര് കൊടുക്കാം. ഈ നോർമലിന് N എന്നും ഈ നോർമലിന് N ഡാഷ് എന്നും കൊടുക്കാം കേട്ടോ. ഈ നോർമലിൻ്റെ പേര് N എന്നും ഈ നോർമലിൻ്റെ പേര് N ഡാഷ് എന്നും കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു. ഇത് ക്ലിയർ ആണോ? ശ്രേയ ഓക്കെ ആണോ? അക്ഷിത ഓക്കെ ആണോ? എലിജ ഓക്കെ ആണോ? ഡീൻ ഓക്കെ ആണോ? എഴുതിയോ ഇത്? ഡീനും എലിജയൊക്കെ ഓക്കെ. അപ്പം ഇത് എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഇത് ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് എഴുതേണ്ടത് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. പ്രിസം ഈസ് എ pyramidal piece of glass with two triangular faces and three rectangular lateral faces, lateral surfaces. അടുത്ത ഡോട്ട് ഇട്ട് എഴുതുക. the angle between two adjoining lateral surface is called angle of prism. അടുത്ത എഴുതുന്നത് angle between incident ray and emergent ray is called angle of deviation. പിന്നെ വൈറ്റ് ലൈറ്റ് എന്താണെന്നും കൂടെ ഒന്ന് എഴുതിയാൽ. വൈറ്റ് ലൈറ്റ് ഒരു പ്രാവശ്യം ചോദിച്ചതാണ്. വൈറ്റ് ലൈറ്റ് എന്താണ്? എനി ലൈറ്റ് ദാറ്റ് ഫോംസ് എ സ്പെക്ട്രമാണ്. SPECTRUM spectrum to that of sunlight.
ഓക്കെ, പ്രിസത്തിനെ പറ്റി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. നോട്ട് എഴുതിയിട്ട്